ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. ചെറുപുഴ നായനാർ വായനശാല ആൻഡ് ഗ്രന്ഥാലയം സൗഹൃദ ക്ലബിന് സമീപം കാർഷിക സേവനങ്ങൾക്ക് ഏകജാല സംവിധാനമായ കതിർ ആപ്പ് രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. നായനാർ വായനശാല സെക്രട്ടറി AK മാത്യു സ്വാഗതം ആശംസിച്ചു. നായനാർ വായനശാല പ്രസിഡന്റ് ദാമോദരൻ KV അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെറുപുഴ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ P. പത്മനാഭൻ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷകർക്ക് ഏറെ പ്രയോജനപ്രദമായ കതിർ ആപ്പ് എന്നുള്ള ആ ആപ്ലിക്കേഷൻ കൃഷിക്കാർക്ക് പരിചയപ്പെടുത്തുകയും അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ആവശ്യം നിർദ്ദേശം നൽകുന്നതിന് ചെറുപുഴ നായനാർ വായനശാല എടുത്ത ഈ ഉദ്യമത്തിന് ആദ്യമായി ഞാൻ അവരോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, വായനശാല എന്ന് പറയുന്നത് കേവലം പത്രവായന, അതുപോലെ പുസ്തക വിതരണം തുടങ്ങിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഗ്രന്ഥശാലകൾ തുടങ്ങിയതെങ്കിലും ഇന്ന് ഗ്രന്ഥശാലയുടെ മുഖം ആകെ മാറിയിരിക്കുകയാണ്. ഒരു പ്രധാന സാംസ്കാരിക കേന്ദ്രമായി ഗ്രന്ഥശാലകൾ മാറിയിരിക്കുകയാണ്. ഒരു സമൂഹത്തിൻ്റെ ആവശ്യം എന്താണോ ആ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് പ്രയോജനകരമായ വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആവിഷ്കരിക്കുകയാണ്. അത് കുട്ടികൾക്കായാലും യുവജനങ്ങൾക്ക്, അതിൽ വയോജനങ്ങൾക്ക്, സ്ത്രീകൾക്ക്, അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള വ്യക്തികൾക്ക് പ്രയോജനപ്രദമായ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതാണ് ലൈബ്രറി കൗൺസിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സാമൂഹ്യ നന്മ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ കതിർ ആപ്പിനെ കുറിച്ച് സുരേഷ് സാർ കൂടുതൽ കാര്യങ്ങൾ പറയാം, അതിനെ കൂടുതൽ പറയുന്നില്ല. എങ്കിലും നമുക്കറിയാം, ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഏറെ പുരോഗതി പ്രാപിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുള്ളൂ. ചെറുപുഴ കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂർ ആപ്പ് വിശദീകരണവും ക്ലാസും നയിച്ചു. സഹകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ച ഈ നായനാർ വായനശാലക്ക് കൃഷിഭവൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മാത്രമല്ല, നായനാർ വായനശാല എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എടുത്തു പറയേണ്ട ഒരു സംവിധാനമാണ്. കാരണം നമ്മൾ ഞാനിപ്പോൾ ഈ കൃഷിഭവനിൽ വന്നതിന് ശേഷം നമ്മൾ ഈ കൃഷിക്കാർക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടി ഒപ്പം എന്ന് പറയുന്ന ഒരു പരിശീലന പരിപാടി ഇവിടെയുള്ള സംഘടനകളുമായി സഹകരിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച സമയത്ത്, അതായത് നമ്മൾ സാധാരണ കൃഷി വകുപ്പ് നൽകുന്ന നാമമാത്ര പരിശീലനങ്ങൾക്ക് അപ്പുറത്തേക്ക് കർഷകർക്ക് ആവശ്യമുള്ള വിഷയത്തിന്മേൽ പരിശീലനം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു താല്പര്യം നമ്മൾ പ്രകടിപ്പിച്ചു. പക്ഷേ അതിന് പ്രാഥമികമായി ചില ചെലവുകളൊക്കെ വരും. അതുകൊണ്ട് അത് നമുക്ക് നേരിട്ട് ഒറ്റക്ക് ഏറ്റെടുത്ത് നടത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള സംഘടനകളുമായി സഹകരിച്ചുകൊണ്ട് അങ്ങനെയുള്ള പരിശീലനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആലോചിച്ച സമയത്ത് ആദ്യമായി മുന്നോട്ട് വന്ന ഒരു സംവിധാനമാണ് ഈ നായനാർ വായനശാല ആൻഡ് ഗ്രന്ഥാലയം. അതുപോലെ തന്നെ ആദ്യത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നതും നായനാർ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ പ്രശാന്ത് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നമുക്ക് പരിഗണിക്കാൻ പറ്റാത്തതിലധികം ആൾക്കാരുടെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ഏകദേശം 100ഓളം ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂൺ കൃഷി പരിശീലനം, അത് ശരിക്കും സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന വിധത്തിൽ, സംസ്ഥാന തലത്തിൽ ഞാൻ അതിനെക്കുറിച്ചൊരു ലേഖനം നമ്മുടെ കൃഷി വകുപ്പ് പുറത്തിറക്കുന്ന കേരള കർഷകൻ എന്ന് പറയുന്ന മാസികയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ നായനാർ വായനശാല ഗ്രന്ഥാലയത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. കാരണം ആ കൂൺ കൃഷി പരിശീലനം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ കൃഷി വകുപ്പ് ആനുകൂല്യം നൽകാതെ കൊടുത്ത ഒരു കൂൺ കൃഷി വ്യാപനമായി നമ്മുടെ പഞ്ചായത്തിൽ മാറി എന്നുള്ളതാണ്. മറ്റു പല സ്ഥലങ്ങളിലും കൂൺ ഗ്രാമം എന്ന രീതിയിൽ സാമ്പത്തിക സഹായം 40 ലക്ഷം വരെ കൊടുത്തുകൊണ്ട് നടപ്പിലാക്കുന്ന സമയത്ത് ഇവിടെ പൈസയൊന്നും ഇല്ലാതെ ഒരു കൂൺ ഗ്രാമമാക്കി മാറ്റുന്നതിന് വേണ്ടി ശ്രമിച്ചതിന് നേതൃത്വം കൊടുത്തത് നായനാർ വായനശാല ആൻഡ് ഗ്രന്ഥാലയമാണ്. അത് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം നല്ല പുരോഗമനപരമായതും അതുപോലെ തന്നെ ഇപ്പോൾ മാഷ് പറഞ്ഞതുപോലെ തന്നെ സാധാരണ രീതിയിൽ വായനശാല ആൻഡ് ഗ്രന്ഥാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വായനയിലും അത് ഒതുങ്ങുന്ന, അതിൽ നിന്നപ്പുറത്തേക്ക് സാംസ്കാരിക സാമൂഹിക പ്രവർത്തന രംഗത്തേക്ക് വ്യാപിക്കുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ഗവൺമെൻറ്റിൻ്റെ കതിർ ആപ്പിൽ എല്ലാ കർഷകരും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള ഒരു വേദിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ പരിപാടിയിൽ കൂടി രജിസ്ട്രേഷൻ ചെയ്യാൻ കുറേ ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി കുറേ ആൾക്കാർ എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്നു. വിരൽത്തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണപ്രപഞ്ചം സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകളുടെ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്,
മേലെ ബസാർ ചെറുപുഴ. മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പ് സർവീസസ്, ഐഫോൺ ആൻഡ് ആൻഡ്രോയിഡ് കളക്ഷൻസ്, ഐഫോൺ ഐപാഡ് സർവീസ് സ്പെഷ്യലിസ്റ്റ്, smartphone and laptop services. Our services: fast service, display service, battery service, live service. iPads opposite Kerala Gramin Bank, Mele Bazar, Cherupuzha. ഞങ്ങളുടെ ബ്രാഞ്ച് സിറ്റി സെന്റർ ഇരിട്ടി. iPads മൊബൈൽ, മേലെ ബസാർ, ചെറുപുഴ. മൊബൈൽ നമ്പർ 7907799505. iPads മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ.